ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ അടിപൊളി വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിന് എത്ര വ്യൂസ് കിട്ടി, എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന് നോക്കിയിരിക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ അവിടെ കാണത്തില്ല. നിങ്ങളുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ പലരുടെയും ചാനലിൽ സംഭവിക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാരണവുമില്ലാതെ ഒരു സ്ട്രൈക്കോ വാണിങ്ങോ ഒരു പ്രയർ ഇൻഫർമേഷനോ ഒരു ഇമെയിലോ ഒന്നും തരാതെ തന്നെ പലരുടെയും ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തരാനായിട്ട് നമുക്കൊരു സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു വാണിങ്ങോ അതല്ലെങ്കിൽ ഒരു ഇമെയിലോ തന്നു കഴിഞ്ഞാൽ നമുക്കത് തിരുത്താവുന്നതാണ്. ആ തെറ്റ് നമുക്ക് തിരുത്താവുന്നതാണ്. പക്ഷേ അതിന് പോലും സമയം തരാതെ നമ്മളെ അറിയിക്കാതെ തന്നെ യൂട്യൂബ് ഈ പല ചാനലുകളെയും ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും രാവിലെ എഴുന്നേറ്റ് അവരുടെ ചാനൽ അവർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അവരുടെ ചാനൽ അവർക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. ഈ ഒരു വിവരം അപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അവരുടെ ജിമെയിലിൽ കയറുമ്പോൾ അവിടെ യൂട്യൂബിൽ നിന്ന് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. ആ ഇമെയിൽ വായിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞതാണെന്നുള്ള ഒരു വിവരം അപ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോഴും എന്താണ്, യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ആ മെയിൽ വന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആ മെയിൽ കാണുന്നത്. അപ്പോൾ എന്താണ് ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത്? ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ പോയിന്റ് മാത്രം വായിക്കുകയാണ്. വി അനലൈസ് യുവർ കണ്ടന്റ് ആൻഡ് ഫൈൻഡ് സീരിയസ് ഓർ റിപ്പീറ്റഡ് വയലേഷൻസ് ഓഫ് സ്പാം പോളിസീസ്, deceptive practices and scams. Therefore, we removed your channel from YouTube. അതായത് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. റിപ്പീറ്റഡ് വയലേഷൻസ് ഓഫ് സ്പാം പോളിസീസ്, ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് ആൻഡ് സ്കാംസ്. ഇത് വായിച്ചാലും പലർക്കും മനസ്സിലാവത്തില്ല ശരിക്കും പറഞ്ഞാൽ എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് എന്ത് കാരണം കൊണ്ടാണോ ചറ പറയാന്ന് ഏത് ചാനലാണെന്ന് നോക്കാതെ, അത് വലിയ ചാനലാണോ ചെറിയ ചാനലാണോ മോണിറ്റൈസ് ആയ ചാനലാണോ മോണിറ്റൈസ് ആകാത്ത ചാനലാണോ അതൊന്നും നോക്കാതെ ആരൊക്കെ ഈ വയലേഷൻ ചെയ്തിട്ടുണ്ടോ ആ ചാനലുകളെല്ലാം ഒരു കാരണം പോലും കാണിക്കാതെ ഒരു ഇൻഫർമേഷൻ പോലും തരാതെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനറിയാൻ നമ്മൾ ഈ പോളിസി എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്ക്. ഇതാണ് ഇവർ പറയുന്ന ഈ പോളിസി എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, നമ്മുടെ ചാനൽ റിമൂവ് ചെയ്തിട്ട് യൂട്യൂബ് നമുക്ക് അയക്കുന്ന ആ ഇമെയിലിൽ കണ്ട ആ സെയിം ഹെഡിങ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സ്പാം, ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് ആൻഡ് സ്കാം പോളിസീസ്. അപ്പോൾ ഇതിന് താഴെയായിട്ട് അവരൊരു വീഡിയോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അയക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയും കണ്ടു നോക്കുക. ഇനി നമ്മൾ കുറച്ച് താഴേക്ക് വരുന്നു. ഇവിടെ നോക്കുക, ഈ പോളിസി ഒരു വളരെ വലിയ പോളിസിയാണ്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അവർ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. ഓരോ ഹെഡിങ്ങിൻ്റെയും കറക്റ്റ് മീനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തേതാണ് വീഡിയോ സ്പാം. ഇതിൽ 3 പോയിന്റ്സ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യരുതെന്നാണ് യൂട്യൂബ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ യൂട്യൂബിൽ നിന്ന് മറ്റേതെങ്കിലും സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമായിട്ട് വരും. നമ്മുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയും. രണ്ടാമത്തേത്, നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനും ക്ലിക്ക് റേറ്റ് കൂട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ ആളുകൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫിനാൻഷ്യൽ പ്രോമിസ് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ചാനൽ റിമൂവ് ചെയ്യപ്പെടും. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. തംബ്നെയിൽ നമ്മൾ ഫിനാൻഷ്യൽ പ്രോമിസ് കൊടുക്കുന്ന എമൗണ്ട് മെൻഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. ഇതേപോലെ തന്നെയാണ് ഈ കാര്യവും. അതായത് ഫിനാൻഷ്യൽ പ്രോമിസ്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കാതൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയും. അതുപോലെ മൂന്നാമത്തെ പോയിന്റ്, ഈ വീഡിയോ സ്പാമിങ്ങിൽ അവർ പറയുന്നത്, നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും മറ്റും ഈ ഹാംഫുൾ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമ്മുടെ ചാനൽ റിമൂവ് ചെയ്യപ്പെടും. ഇതാണ് വീഡിയോ സ്പാം. രണ്ടാമത്തേതാണ് മിസ്ലീഡിംഗ് മെറ്റഡാറ്റ ഓർ തംബ്നെയിൽസ്. ഇതിനെക്കുറിച്ച് പല വീഡിയോസിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ എന്ത് വീഡിയോ ആണോ ചെയ്യുന്നത് ആ വീഡിയോയെക്കുറിച്ച് അല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ തംബ്നെയിലിലോ നമ്മുടെ ടൈറ്റിലിലോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നതെങ്കിൽ, മെയിനായിട്ട് തംബ്നെയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റിമൂവ് ചെയ്യപ്പെടും. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ യൂട്യൂബ് ചാനലുകളെയൊക്കെ ടെർമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു തംബ്നെയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ടൈറ്റിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്നത്. പലരും അവരുടെ വീഡിയോയിൽ കൊടുക്കും, ഇത്രയും വലിയൊരു പാമ്പിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല, കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക്, ഇത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത കാര്യമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരവരുടെ തംബ്നെയിൽ കൊടുക്കുന്നത്. പക്ഷേ ആ വീഡിയോ പ്ലേ ചെയ്താലോ അതിൽ പാമ്പും ഉണ്ടാവത്തില്ല, ചേമ്പും ഉണ്ടാവത്തില്ല. ഇതേപോലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിക്ക് റേറ്റ് കൂട്ടാനായിട്ടും ആളുകളെ അട്രാക്ട് ചെയ്ത് നമ്മുടെ വ്യൂസ് കൂട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ തംബ്നെയിലിൽ കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഇത് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. അത് നേരത്തെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് യൂട്യൂബ് വളരെ സീരിയസോടെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ
AI ആണ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്ത് ഉടൻ തന്നെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെടും, നിങ്ങളെ അറിയിക്കത്തു പോലുമില്ല. അടുത്തതാണ് സ്കാംസ്. അതായത് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പബ്ലിക്കിന് ക്യാഷ് ഗിഫ്റ്റ് ഓഫർ ചെയ്യുകയോ അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിച്ച് ആവാനുള്ള സ്കീമുകളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കുകയോ, അതും അല്ലെങ്കിൽ ഈ പിരമിഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണി നെറ്റ്വർക്കിംഗ് സ്കീം ഉണ്ടല്ലോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചാനലുകളെയും യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയും. അടുത്തതാണ് ഇൻസെന്റിവൈസേഷൻ സ്കീം. അതായത് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ വ്യൂസ് കൂട്ടിത്തരാം, സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാം, അതേപോലെ വാച്ചവേഴ്സ് കൂട്ടിത്തരാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൈസ കൊടുത്ത് ചെയ്യുകയോ ചെയ്യുന്ന ചാനലുകളെ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇതിനുള്ളിൽ തന്നെ വരുന്നത് സബ് ഫോർ സബ്. അതെന്താണെന്ന് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്ന പരിപാടി ചെയ്യുന്ന എല്ലാവരുടെയും ചാനൽ യൂട്യൂബ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെടരുതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തിക്കോ. കാരണം അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ താഴേക്ക് വരുന്നത് കമൻറ്റ് സ്പാം. നമ്മൾ ഒരേ തരത്തിലുള്ള റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കമൻറ്റ്സ് ഇങ്ങനെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കമൻസിലൂടെ ചെയ്താലും നിങ്ങളുടെ ചാനൽ റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഈ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ കമൻസിലൂടെ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെടും. അടുത്തത് തേർഡ് പാർട്ടി കണ്ടന്റ് ആണ്. അതായത് ചീത്തവിളികളും അബ്യൂസും കാര്യങ്ങളും ഒക്കെയുള്ള മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് നമ്മൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിൽ കറക്ഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നമ്മൾ അതിനെടുത്ത് ലൈവിൽ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. ചിലപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ആദ്യം വാണിംഗ് തന്നെന്ന് വരാം, പക്ഷേ വാണിംഗ് തരാതെയും യൂട്യൂബ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. ഇനി ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം നിങ്ങൾക്ക് ആ വീഡിയോയും കണ്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ വായിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടിപൊളി കണ്ടന്റും വീഡിയോയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ വരുന്ന ഈ പുതിയ പുതിയ പോളിസികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം ഇനി മുന്നോട്ട് പോകാൻ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളി വീഡിയോസ് ഇട്ട് അതിൻ്റെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കാത്ത് അവിടെ നിൽക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ അവിടെ ഉണ്ടാവില്ല, നിങ്ങളുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.